ബംഗളൂരു നഗരത്തിലിരുന്നു കൊണ്ട് ഒരു യുവതി ത്രില്ലടിപ്പിക്കുന്ന വിചിത്രമായ കഥകൾ മലയാളത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. മിക്കവാറും കഥകളിൽ മരണവും കൊലപാതകങ്ങളും നിഴൽ വിരിക്കുന്നു. ജാതിരാഷ്ട്രീയവും പെൺകരുത്തും സൂക്ഷ്മസ്വരങ്ങളായി കടന്നു വരുന്നു. കന്നഡയിൽ നിന്നും കശ്മീരത്തിൽ നിന്നും അസമിൽ നിന്നും രാജ്യത്തെവിടെ നിന്നും ആ യുവതിക്ക് കഥകളുടെ പ്രഭവ കേന്ദ്രങ്ങൾ കിട്ടുന്നു. എല്ലാ കഥകളെയും ത്രില്ലിൻ്റെ ലഹരിയുടെ കേവലമായ ആവിഷ്കാരങ്ങളാക്കുകയല്ല, മറിച്ച് എഴുത്തിൻ്റെ കരകൗശലവും സൗന്ദര്യശാസ്ത്രവും നന്നായി അറിയാവുന്ന തഴക്കം വന്ന എഴുത്തുകാരിയെപ്പോലെ ആ യുവതി ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എഴുതിക്കൊണ്ടേയിരിക്കുന്നു. പത്തനംതിട്ടയിലെ പറക്കോട് ചന്തയെ വിറപ്പിച്ച ഐറം ബീവി എന്ന വനിതാ ഗുണ്ടയും അസമിലെ ഗോത്രവർഗക്കാരുടെ ഗ്രാമത്തിൽ പക്ഷികൾ അമാവാസി നാളുകളിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്ന ജതിങ്കയും ഒക്കെ ആ കഥാകാരിയുടെ വാക്കുകളിലൂടെ അസാധാരണമായ ജീവിതങ്ങളുടെ ലാൻഡ്സ്കേപ്പുകളും മൈൻഡ്സ്കേപ്പുകളും ഒരുക്കുന്നു. ജെന്നിഫറും പൂച്ചക്കണ്ണുകളും എന്ന ആദ്യ കഥാസമാഹാരവുമായി നമ്മുടെ ഫിക്ഷൻ ലോകത്തേക്ക് വന്ന കവിയും കഥാകാരിയും നോവലിസ്റ്റുമായ ആഷ് അഷിതയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ആഷ് അഷിത. ആഷിതയുടെ ശോഭാ കൊലക്കേസ് എന്ന കഥാസമാഹാരമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ശോഭാ കൊലക്കേസിനും ഒപ്പം തന്നെ ആഷ് അഷിതയ്ക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ സന്തോഷം ധനേഷ്. ഈ പരിപാടിയിൽ എൻ്റെ ഈ പുസ്തകം തെരഞ്ഞെടുത്തതിൽ വളരെ ആദ്യം തന്നെ നന്ദി പറയുന്നു. ശോഭാ കൊലക്കേസ് എന്ന കഥാസമാഹാരം അത് വായിച്ചിട്ടുള്ള നിരവധി വായനക്കാർ ഉണ്ട്. ആ വായനക്കാരിൽ പലരും ഒരുപക്ഷെ ആ ശശിതയോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരുടെ സന്തോഷവും അനുഭൂതിയും ഒക്കെ പങ്കുവച്ചിട്ടുണ്ടാവാം. വാസ്തവത്തിൽ ശോഭാ കൊലക്കേസ് എന്ന് പറയുന്ന ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഇത് ഒരു വലിയ കുറ്റാന്വേഷണ നോവലാണോ, ത്രില്ലറാണോ എന്നൊക്കെയുള്ള സംശയത്തിൽ, ത്രില്ലർ നോവലുകളെ അത്രത്തോളം ഇഷ്ടപ്പെടാത്തവർ ഇത് ഞാൻ വായിക്കേണ്ടതുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ മാറ്റിവെക്കുകയും, എന്നാൽ അതല്ല എന്ന് പിന്നീട് വായിച്ച് മനസ്സിലായി വരുമ്പോൾ കഥയുടെ എല്ലാ സൗന്ദര്യാനുഭൂതിയും ഉള്ള ഒന്നാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ വായനാനുഭവം ആ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ശോഭാ കൊലക്കേസ് എന്ന ഈ കഥാസമാഹാരം ഇതുവരെ വായിച്ച വായനക്കാരിൽ നിന്ന് ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ആ ശശിതയ്ക്ക് ലഭിച്ചിട്ടുള്ളത്? തീർച്ചയായും കൊലക്കേസ് എന്നൊരു വാക്ക് ഈ ടൈറ്റിലിൽ ഉള്ളത് കൊണ്ട് കൂടുതൽ പേരും ഇതൊരു ത്രില്ലർ, ഹൂഡണിറ്റ് ത്രില്ലർ ആയിട്ടുള്ള ഒരു നോവലോ മറ്റോ ആണെന്ന ധാരണയിൽ വാങ്ങിയില്ല എന്ന് പറഞ്ഞത് സത്യമാണ്. പക്ഷെ മറ്റു ചിലർ ഇതൊരു ത്രില്ലർ സ്വഭാവമുള്ള കഥകളാണ് എല്ലാതും എന്ന രീതിയിൽ വാങ്ങിയിട്ടുമുണ്ട് എന്നറിയാനായി. പക്ഷെ ഒരു ഇതിന്റെ അണ്ടർലൈൻ തീമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള കഥകളാണ് മിക്കതും. ആ രീതിയിൽ ജസ്റ്റിഫൈ ആവുന്ന ഒരു ടൈറ്റിൽ തന്നെയാണ് ശോഭ കൊലക്കേസ്. പക്ഷെ ഈ ടൈറ്റിലേക്ക് എത്തിച്ചേർന്നത് ഈ കഥയിലെ മറ്റു കഥകളുടെ പേര്, ഇപ്പൊ ബനേഷ് സൂചിപ്പിച്ചതുപോലെ ജത്തിങ്ക, റോബർട്ട്സൺ പേട്ട്, പെട്ട, റൊട്ടിക്കല് തുടങ്ങിയ വായിൽ കൊള്ളാൻ ഇച്ചിരി പ്രയാസമുള്ള രീതിയിലുള്ള പേരുകളാണ്. അപ്പൊ അതിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ റീഡർ കണക്ട് കിട്ടാവുന്ന ഒരു ടൈറ്റിൽ എന്ന രീതിയിലാണ് ശോഭ കൊലക്കേസ് എന്ന ടൈറ്റിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. ഈ ശോഭ കൊലക്കേസ് എന്ന് പറയുന്ന കഥ തീർച്ചയായിട്ടും ഹൂഡണിറ്റ് മർഡർ മിസ്റ്ററി പോലെയുള്ള ഒരു കഥയാണ്. പത്തനംതിട്ട ജില്ലയിൽ സംഭവിച്ച ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു കഥയാണത്. അപ്പൊ അത് ശോഭ എന്ന് പറയുന്ന ഒരു തമിഴ് സ്ത്രീയും അവരുടെ കുഞ്ഞും കിണറ്റിൽ വീണ് മരിക്കുകയും 90s തുടക്കത്തിൽ കിണറ്റിൽ വീണ് മരിക്കുകയും, പക്ഷെ ആ കേസ് തെളിയാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അത് CBI അന്വേഷിച്ചിട്ടും തെളിയാത്തൊരു കേസാണത്. അപ്പൊ അതിലേക്ക് ഞാൻ വരാനുണ്ടായ സാഹചര്യം പത്തനംതിട്ടയിലുള്ള ഒരു ഉത്സവം കഴിഞ്ഞ് ഞാൻ മടങ്ങുന്ന സമയത്ത് ഈ വീട്, ശോഭ കൊലക്കേസ് കൊലപ്പെട്ട വീടും അതിന്റെ പരിസരവും ഒരു റബ്ബർ തോട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ വീട് കാണുകയും ആ വീട്ടിനെ കുറിച്ചുള്ള കഥകൾ ഞാൻ പിന്നീട് പലരിൽ നിന്ന് അറിയാനിടുകയും ചെയ്തു. അതിന്റെ കൂടെ തന്നെ ആ വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് ആരും താമസിക്കാതിരുന്ന വീട്ടിലേക്ക് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി അവിടെ പല വർഷങ്ങളായിട്ട് താമസിക്കുകയുണ്ടായിരുന്നു. അപ്പൊ ആ വ്യക്തിയിൽ നിന്നും കിട്ടിയ ചില അവിടെ താമസിച്ചപ്പോഴുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ഒരു സംഭാഷണത്തിൽ നിന്നാണ് ഞാൻ ആ കഥയിലേക്ക് എത്തിച്ചേരുന്നത്.
ബാക്കി കഥകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും സാമ്യമുള്ള ബാക്കി കഥകളിലേക്ക് കഥകളല്ല. നമുക്ക് പോകാം. ബാക്കി കഥകളിലേക്ക് പോകാം. ആ ശശിതയുടെ ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന വായനക്കാരും പ്രേക്ഷകരും ചിലപ്പോൾ ആദ്യമായിട്ട് ആ ശശിതയെ കാണുകയും ആ ശശിതയുടെ ഈ സംഭാഷണം കേൾക്കുകയും ചെയ്യുന്ന വായനക്കാരൊക്കെ സംശയിച്ചേക്കാം, മലയാളം അത്ര സ്ഫുടമായിട്ട് തുടർച്ചയായിട്ട് അങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ, ഏതോ വിദേശത്ത് കുറേ കാലം ജീവിച്ച വ്യക്തിയെ പോലെയാണല്ലോ മലയാളം സംസാരിക്കുന്നതെന്ന്. മലപ്പുറത്ത് മഞ്ചേരിയിൽ ജനിച്ച് വളർന്ന ആ ശശിത കഴിഞ്ഞ 10-15 വർഷത്തിലധികമായിട്ട് ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകയാണ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഡെക്കാൻ ഹെറാൾഡ്, ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു സംഭാഷണത്തിൻ്റെ നേരെ വിപരീതമാണ് ആ അഷിതയുടെ അക്ഷരങ്ങളെ നമ്മൾ മുൻപിലേക്ക് എടുത്തു വെക്കുമ്പോൾ കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത്. മലയാള ഭാഷയുടെ ഏറ്റവും സൗന്ദര്യാത്മകമായിട്ടുള്ള പദപ്രയോഗങ്ങൾ, നമ്മൾ പോലും നമ്മുടെ നിത്യഭാഷയിൽ മറന്നുപോയിട്ടുള്ള ചൊല്ലുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരു അക്ഷരലോകത്തിൻ്റെ ആവിഷ്കാരമായിട്ട് എനിക്ക് ആ ശശിതയുടെ കഥകൾ വായിച്ചപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശോഭാ കൊലക്കേസിനെ കുറിച്ചാണ്, ആ കഥയെക്കുറിച്ചിട്ടാണ് ആ ശശിത പറഞ്ഞത്. ഞാൻ അതിലെ ആ കഥ ആരംഭിക്കുന്ന ഭാഗമൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കുകയാണ്. തഴച്ചു നിൽക്കുന്ന റബ്ബർ മരങ്ങളുടെ ഇടയിൽ കൂനിപ്പിടിച്ചിരിക്കുന്നതിനാൽ താഴെയുള്ള മൺറോഡിൽ നിന്നും നോക്കുമ്പോൾ അങ്ങനെയൊരു വീട് അവിടെ ഉള്ളതായി തോന്നില്ല. ഇടവിളയായ കാപ്പിച്ചെടികൾ മത്ത് പിടിച്ച് പൂത്തുലഞ്ഞതിൻ്റെ മണം വീടിനോടടുക്കും തോറും കൂടി വരുന്നത് ബിജു ശ്രദ്ധിച്ചു. 2 ആഴ്ച മുമ്പ് ബേസിച്ചായൻ്റെ കൂടെ വന്നപ്പോൾ കണ്ട പഴഞ്ചൻ നിറമല്ല വീടിനിപ്പോൾ. നമ്മുടെ സാജുമോൻ്റെ പണിക്കാർ ഒറ്റ ദിവസം കൊണ്ടല്ലേ തൂപ്പും തുടപ്പും പെയിൻ്റടിയും തീർത്തേച്ച് പോയത്. ബംഗാളികൾക്കാണെ പ്രേതത്തെയും ഭൂതത്തെയും ഒന്നും പേടിയുമില്ലേ. ബേസിച്ചായൻ ചുമരിലെ പുത്തൻ പെയിൻറ്റിൽ വിരലുരച്ച് മണത്തു നോക്കി. അങ്ങേരുടെ കാനഡയിലെ പെങ്ങൾ ബെൻസിയുടെ പേരിലുള്ള പറമ്പാണ്. കേട്ടോ മോനെ, അയാൾ രഹസ്യം പറയാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായി വെള്ളമുണ്ടിൻ്റെ മടിക്കുത്തഴിച്ചു. മരങ്ങൾക്കിടയിലൂടെ പിശുക്കിത്തെളിഞ്ഞ ആകാശത്തിലേക്ക് നോക്കി കുരിശു വരച്ചു. ഇതിൽ പിശുക്കിത്തെളിഞ്ഞ ആകാശം എന്ന വാക്ക് ഇപ്പോൾ ഇതേപോലെ സംസാരിച്ചിരുന്ന ആ ശശിതയുടെ വിരൽത്തുമ്പിൽ നിന്ന് വരുന്ന ആ വാക്കിൻ്റെ പ്രത്യേകത നോക്കുക. പിശുക്കിത്തെളിഞ്ഞ ആകാശം എന്ന വാക്ക് ഞാൻ അത് മുഴുവനായിട്ട് വായിക്കുന്നില്ല. അപ്പോൾ സംസാരിക്കുന്ന ആ ശശിതയല്ല എഴുതുന്ന ആ ശശിത എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഈ പറഞ്ഞത് ശരിയാണോ ആ ശശിത? തീർച്ചയായും. ഇപ്പൊ പറഞ്ഞ പോലെ പിശുക്കി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല. പിന്നെ പ്രത്യേകിച്ചും ഇപ്പൊ അതിന്റെ ഒരു വീക്ക്നെസ് കൂടെയാണ്. മലയാളം എഴുതുമ്പോൾ എന്റെ അടുത്ത് വരുന്ന മലയാളം വാക്കുകളോ അല്ലെങ്കിൽ അതിന്റെ പദപ്രയോഗങ്ങളോ ഒന്നും ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ സഹായത്തിന് എത്താറില്ല. അതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്നത് കൂടുതലും മലയാളത്തിൽ അത്യാവശ്യത്തിന് മാത്രമുള്ള ഇൻഫോർമൽ മലയാളമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കൂടുതലും. അതുകൊണ്ടായിരിക്കണം. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സാഹിത്യപരമായിട്ടുള്ള ചർച്ചകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എല്ലാ ദിവസവും ചെയ്യുന്ന ഒരാളല്ല ഞാന്. അതുപോലെ തന്നെ ഈ കഥകളെ കുറിച്ച് പറയാനാണ് എനിക്ക് ഏറ്റവും പ്രയാസം. അതിന്റെ കാരണം എഴുതുന്ന ഞാനും ഇപ്പൊ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആൾ തമ്മില് വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രം എഴുത്തുകാരി ആയിരിക്കുകയും അത് കഴിഞ്ഞാൽ പിന്നെ അതിന് കംപ്ലീറ്റ്ലി ഒരു ഇൻഡിഫറന്റ് ആയിട്ട് അല്ലെങ്കിൽ അതൊന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ കഥ എഴുതി കഴിഞ്ഞിട്ട് അതിനുശേഷം അതിനെക്കുറിച്ച് അതിന്റെ ഭാരം തലയിലുണ്ടെന്നൊക്കെ പറയുന്ന എഴുത്തുകാര് ഉണ്ട്. പക്ഷെ എനിക്ക് എന്നെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല പിന്നെ ആ കഥാപാത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും. അത്രയും ഇൻഡിഫറന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് എന്റെ കഥാപാത്രങ്ങളെയും കഥകളെയും എനിക്ക് പിന്നീട് കാണാൻ സാധിക്കാറുണ്ട്. അത് കാരണം കഥയിൽ ഉപയോഗിച്ച ഭാഷ അത് എന്റെ ഉള്ളിൽ. അപ്പൊ പലരും ചോദിക്കാറുണ്ട് നാട്ടുഭാഷ എങ്ങനെയാണ് വരുന്നത്, തെക്കൻ ഭാഷയും അല്ലെങ്കിൽ പല കഥകളിലും മലബാറിലെ ഭാഷയും വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കൂടുതലും നമ്മുടെ ഉള്ള കഥ എഴുതുന്ന എന്റെ ഉള്ളിലുള്ള കഥ എഴുതുന്ന ഒരു വ്യക്തി ചിലപ്പോ ഈ ഭാഷയിലായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് എന്റെ ആ അഷിതയല്ല ഞാൻ കഥ എഴുതാതിരിക്കുമ്പോഴുള്ള അഷിത എന്നുള്ളത് വളരെ ഞാൻ തന്നെ എന്നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വസ്തുതയാണ്. ഈ ശോഭാ കൊലക്കേസ് എന്ന കഥ
അത് ഒരു ത്രില്ലർ കഥയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ത്രില്ലർ കഥകൾ, ത്രില്ലർ നോവലുകൾ എന്ന് നാം തെറ്റിദ്ധരിച്ചിട്ടുള്ള നോവലുകളിൽ ഉള്ളതുപോലെ കേവലമായിട്ട് ത്രില്ലിന് വേണ്ടി മാത്രം കാര്യങ്ങളെ അണിനിരത്തുന്ന ഒരു രീതിയേ അല്ല ആ ശശിതയുടേത്. അതിൽ കഥയുടെ സൗന്ദര്യമുണ്ട്, നോവലിൻ്റെ സൗന്ദര്യമുണ്ട്. ഒരു കഥ പറഞ്ഞു പോയിട്ട് നമ്മെ അപ്രതീക്ഷിതങ്ങളായ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മനസ്സുകളുടെ സൂക്ഷ്മ സഞ്ചാരങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് തന്നെയാണോ മൊത്തത്തിൽ കഥകളുടെ ഒരു പൊതു സ്വഭാവം? ഈ ഒരു ത്രില്ലിംഗ് എലമെന്റ് നിറഞ്ഞതാണോ ആ ശശിത? സത്യം പറഞ്ഞാൽ എന്റെ കഥകളില് കൂടുതലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള, ഇപ്പൊ പരാമർശിച്ച സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കഥാപാത്രങ്ങളുടെ ഉള്ളിലൂടെ പോകാനുള്ള ഒരു ശ്രമം ഞാൻ നടത്താറുണ്ട്. സൈക്കോളജി എനിക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം കൂടെയാണ്. അത് കാരണം പെണ്ണുങ്ങളുടെ കഥാപാത്രങ്ങളാണെങ്കിലും ആണുങ്ങളുടെ കഥാപാത്രങ്ങളാണെങ്കിലും അവരുടെ ഉള്ളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്താറുണ്ട്. അപ്പൊ ഈ മറ്റു കഥകളിലുള്ള മിസ്റ്ററി ത്രില്ലർ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പല കഥകളിലും റോബർട്ട്സൺ ബർട്ട് പോലുള്ള കഥകളിൽ സ്വർണ്ണഖനികളിൽ മോഷണം നടത്താൻ പോകുന്ന മനുഷ്യരുടെ കഥയാണ്. പക്ഷെ അത് ഒരു വൺ ലൈനർ കേൾക്കുമ്പോൾ തോന്നും അത് നേരത്തെ പറഞ്ഞ പോലെ ത്രില്ലർ ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു വൺ ലൈനർ പോലെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. അവരവിടെ ആ മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് ആണ് കഥ പിന്നീട് പറയുന്നത്. അതായത് ഭൂതകാലത്തിൽ ജീവിക്കുകയും അവരുടെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ എടുത്തുകൊണ്ടുപോയ സ്വർണത്തിന്റെ ബാക്കി നമുക്ക് എന്തെങ്കിലും കൈവരും എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന താഴെക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു സ്വർണ്ണ കൊണ്ട് ജീവിതം, അവർക്കുള്ള ആകെയുള്ള പ്രതീക്ഷ അതാണ്. അപ്പൊ അതിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ ഒക്കെയാണ് ഞാൻ അങ്ങനെയാണ് കഥാപാത്രങ്ങളിലൂടെ നടക്കാൻ ശ്രമിക്കാറുള്ളത്. അതെ, ആ ശശിതയുടെ ഈ പറഞ്ഞ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ കഥകളിലും ആ പ്രത്യേകതയുണ്ട്. ഈ പറഞ്ഞ കഥയിൽ നമ്മൾ കഥ വായിച്ച് 4-ാമത്തെയോ 5-ാമത്തെയോ വരി എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മളും ആ സ്വർണ്ണഖനിയിൽ എത്തപ്പെട്ടു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ശ്വാസം മുട്ടൽ അനുഭവിക്കാൻ തുടങ്ങും. കാരണം സ്വർണ്ണഖനിയിൽ നിന്ന് വരുന്ന അത്യധികമായിട്ടുള്ള പൊടിയും മറ്റും ഉള്ളതുകൊണ്ട് അവിടുത്തുകാർക്ക് നിരന്തരമായിട്ട് തുമ്മാതെയും ചുമയ്ക്കാതെയും കഴിയില്ല എന്നുള്ളൊരവസ്ഥ വരുന്നു. അതെങ്ങനെയാണ് ആ ശശിത അത് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയുള്ളൂ. നമ്മൾ അത് ആ ശശിത റിസർച്ച് ചെയ്യുകയോ അത്തരം പ്രദേശങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയോ അത് കഥയിലേക്ക് തിരികെ കയറ്റുകയല്ല ചെയ്തിട്ടുള്ളത്. മറിച്ച് സ്വാഭാവികമായിട്ട് ആ ശശിതയുടെ ഉള്ളിലുള്ളൊരു കഥാകാരി അത് എഴുതി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രദേശത്ത് എത്തിപ്പെട്ട മനുഷ്യരുടെ, അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ വാക്കുകളായിട്ട് അത് രൂപാന്തര പ്രാപ്തി സംഭവിക്കുന്നു, ഒരു മെറ്റമോർഫോസിസ് സംഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ആ ശശിതയ്ക്ക് ഒരു യാത്രകളുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. അതായത് ഒരു ദേശാന്തരങ്ങളുടെ യാത്രകൾ, കഥകളുടെ യാത്രകൾ എന്ന് പറയാവുന്ന രീതിയിൽ എല്ലാ കഥകളിലും ഒരു യാത്രയുടെ ഘടകം കിടക്കുന്നു. ഇപ്പോൾ റൊട്ടിക്കല്ല് എന്ന് പറയുന്ന ഇതിലെ കഥയിലെ ആദ്യത്തെ വരി തന്നെ നോക്കുക. മല്ലിക്ക് എന്ന ജോലിക്കാർ വിളിക്കുന്ന മല്ലികാർജുന സ്വാമിയുടെ കൂടെ ആയാസപ്പെട്ടാണ് മുകുന്ദ കുന്ന് കയറിയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ കവിതയുടെ സാന്നിധ്യമുണ്ട്. ആ ശശിത ധാരാളം കവിതകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്, മലയാളത്തിലും ഇംഗ്ലീഷിലും. ഈ റൊട്ടിക്കല്ല് എന്ന കഥയിൽ കവിതയുടെ ഒരു അംശം വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കൂറ്റൻ പന്നിയെപ്പോലെ മുക്രയിട്ടുകൊണ്ടാണ് മല്ലിക്ക് കാട്ടുപടർപ്പുകൾക്കിടയിലൂടെ കുതിക്കുന്നത് എന്നാണ്. അപ്പോൾ പോലെ എന്നുള്ള ഉപമ സ്ഥിരമായിട്ട് കഥകളിൽ വരുന്നുണ്ട്. അത് ആ കഥയ്ക്ക് കൂടുതൽ തെളിച്ചം നൽകുകയും ചെയ്യുന്നു. പിന്നെ അയാളുടെ നീളൻ തോക്ക് അത്യുത്സാഹിയായ കുട്ടിയെപ്പോലെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അത്യുത്സാഹിയായ കുട്ടിയെപ്പോലെ ഇങ്ങനെ കവിതയുടെ ഘടകങ്ങളെ ധാരാളം ഉപയോഗിക്കുമ്പോഴും കവിത ഇഷ്ടമില്ലാത്തവർക്ക് എന്താണോ കവിതയിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് അത്തരത്തിലുള്ള വിരസത അതിൽ വരുത്തുന്നുമില്ല. ഈ ഒരു കാര്യം അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണോ ആ ശശിത? കഥയിൽ കവിതയുടെ ഒരു ചെറിയ അംശം കടന്നു വരുന്നത് ബേസിക്കലി ഞാനൊരു കവി കൂടി ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ കവിതകളിലാണ് എഴുതി തുടങ്ങുന്നത്, പിന്നെ കഥകളിലേക്ക് മാറുകയായിരുന്നു. പിന്നെ കഥയാണോ കവിതയാണോ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയം വന്നപ്പോൾ ഈ കഥയും കവിതയും തമ്മിലുള്ള പിടിവലിയിൽ കഥ ജയിച്ചു എന്ന് പറയുകയാണെങ്കിൽ പറയാം. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കഥകളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എഴുത്തില്. അതിലാണ് ആ ഫോമിലാണ് കുറച്ചും കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു പൂർണ്ണത എനിക്ക് തോന്നുന്നത്. ഈവൻ നോവലിനേക്കാൾ കൂടുതൽ എനിക്ക് കഥ എഴുതി കഴിയുമ്പോഴാണ് അത് സ്റ്റോറി ഈസ് ഡൺ ആൻഡ് സ്റ്റോറി പറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്. അപ്പൊ അത് കവിതയുടെ ഭാഗം ഇപ്പോ ഈവൻ റോബർട്ട്സൺ ബർട്ട് എന്ന് പറയുന്ന കഥയിലെ അവസാനത്തെ വരി മന്ദാര മാഞ്ഞുപോയി എന്നാണ്.
അപ്പൊ അതിനെ കുറിച്ചൊക്കെ പല വായനക്കാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അങ്ങനെ കവിതയുടെ ചില വരികൾ വരുന്നത്. അത് എനിക്ക് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അത് നമ്മള് എഴുതി തുടങ്ങുമ്പോൾ എഴുതുന്ന എല്ലാവർക്കും ഉണ്ടാവും. കവികളാണെങ്കിൽ ഒരു കവിതയുടെ കുറെ ഭാഗങ്ങളൊക്കെ ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു രീതി. നേരത്തെ ചോദിച്ച ചോദ്യത്തിലുള്ള ഒരു കാര്യം യാത്രകളെ കുറിച്ചുള്ളത്. യാത്ര എന്ന് പറയുന്നത് എന്റെ പല കഥകളും യാത്രയുടെ ബൈ പ്രൊഡക്റ്റ് ആണ്, അത് സത്യമാണ്. കാരണം ഞാൻ കുറച്ച് നന്നായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോ പല കഥകളിലും യാത്രകൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജറികൾ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ഓരോരോ കാര്യങ്ങള് അത് തലച്ചോറിൽ ഇങ്ങനെ ഇമേജസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വന്ന മൈസൂർ മല്ലിക എന്ന് പറയുന്ന കഥ വായിച്ച പലരും എന്നോട് ചോദിച്ചത് അതിൽ എർക്കാടിൽ നിന്ന് സേലത്തിലേക്ക് പോകുന്ന ഞാൻ മെൻഷൻ ചെയ്ത ആ ഒരു റോഡ്, ആ വഴി യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന്. അപ്പൊ ഞാൻ ആ വഴിയിലൂടെ യാത്ര ചെയ്ത ഒരാളാണ്. വളരെ അപകടം പിടിച്ച വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ഞാൻ മനഃപൂർവ്വം പ്ലാൻ ചെയ്തു പോയതല്ല. അബദ്ധത്തിൽ വഴി തെറ്റി ആ റോഡിലൂടെ, കാട്ടിലൂടെയുള്ള റോഡിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളാണ് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പല പല ഗ്രാമങ്ങളിലെ കുട്ടികള്, അവിടെ നിൽക്കുന്ന വൃദ്ധന്മാര്, അങ്ങനെയുള്ള പല ആളുകളെ കണ്ടുമുട്ടിയത്. പിന്നെ പ്രകൃതിയെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, പാടങ്ങള്, ഇതെല്ലാം ആ ചുരം കയറുമ്പോഴുള്ള ഞാൻ കണ്ട പല കാര്യങ്ങളുമാണ് കഥയിൽ വന്നിട്ടുള്ളത്. പക്ഷെ കഥ എഴുതാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തതിന്റെ ഓരോ ഇമേജസ് ഒക്കെ എഴുതുമ്പോൾ എനിക്ക് കൂട്ടായി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കഥ എഴുതാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ആളല്ല എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്, യാത്രയിൽ കാണുന്ന കാര്യങ്ങളെ മനഃപൂർവ്വം കഥയിൽ തിരികെ കയറ്റുന്ന ആളുമല്ല. കഥാഗതിക്ക് സ്വാഭാവികമായിട്ട് ചേരുന്ന രീതിയിലെ അത് ചേർക്കാറുമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ മൈസൂരു മല്ലിക എന്ന കഥയിൽ തന്നെ ആ അപകടം പിടിച്ച ഏത് നിമിഷവും മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള നിഗൂഢമായ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ഗ്രാമത്തിൽ മരിക്കാറായിട്ടും മരിക്കാതെ ഇരിക്കുന്ന വൃദ്ധരെ മരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേപ്പിച്ച് വെയിലത്ത് നിർത്തിയിരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ആ ഒറ്റ വരിയിൽ നിന്ന് വായനക്കാർക്ക് അവിടെ തൽക്കാലം ഒന്ന് നിർത്തിയിട്ട് ആ മനുഷ്യരെക്കുറിച്ച് ആലോചിച്ച് വിചാരപ്പെട്ട് ഇരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് വീണ്ടും ആ കഥയിലേക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് ആ കഥ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ കണ്ടുമുട്ടുന്നവരെയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു പ്രകൃതമുണ്ടോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്. ഇതേ കഥയിൽ തന്നെ മോങ്ങാതെ കേറിവാടാ ഗണ്ടു മകനെ മല്ലിക്ക് തിരിഞ്ഞു നിന്ന് മുകുന്ദയ്ക്ക് നേരെ ഉന്നം പിടിച്ചു. വിരൽ ചൂണ്ടുന്ന അനായാസതയോടെയാണ് അയാൾ എല്ലാവരോടും തോക്ക് ചൂണ്ടി സംസാരിച്ചിരുന്നത്. വിരൽ ചൂണ്ടുന്ന അനായാസതയോടെയാണ് അയാൾ എല്ലാവരോടും തോക്ക് ചൂണ്ടി അത് അങ്ങനെ എഴുതാൻ കഴിയണമെങ്കിൽ മനുഷ്യരെ അത്രമേൽ നിരീക്ഷിക്കുന്നുണ്ടാവണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മനുഷ്യരാണ് എന്റെ കഥകളിലെ കൂടുതൽ മനുഷ്യരെ കുറിച്ചുള്ള മനുഷ്യരുടെ ജീവിതാവസ്ഥകളാണ് എന്റെ കഥകളിലെ പ്രധാന വിഷയം. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരെ കാണുമ്പോഴും അവരെ കുറിച്ച് പല കഥകൾ, അവരുടെ ചിലപ്പോൾ നമ്മൾ കാണുന്ന മനുഷ്യനായിരിക്കില്ല, പക്ഷെ അവരെ കുറിച്ച് അവർക്കൊരു ബാക്ക് സ്റ്റോറി ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഇപ്പൊ ഈ റൊട്ടിക്കലിൽ മെൻഷൻ ചെയ്ത മല്ലികാർജുന സ്വാമി എന്ന് പറയുന്ന കഥാപാത്രം, ഞാൻ കർണാടകയിലെ ഹാസൻ ജില്ലയിൽ ഒരു റിസോർട്ടിൽ പോയി താമസിക്കുകയുണ്ടായി. ആ റിസോർട്ടിന്റെ പേര് റൊട്ടിക്കല്ല് എന്നാണ്. അപ്പൊ അതിന്റെ ഹിസ്റ്ററി, എന്തുകൊണ്ടാണ് അങ്ങനെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പേരിട്ടത് എന്നുള്ള രീതിയിൽ സംസാരം മുന്നോട്ട് പോയി. അപ്പൊ അതിന്റെ ഓണറെ കണ്ടുമുട്ടുന്നു. ആ ഓണറാണ്, ആ റിസോർട്ടിന്റെ ഓണറെയാണ് ഞാൻ ശരിക്കും കഥയില് ചിത്രീകരിച്ചിരിക്കുന്നത്. അതേപോലെയുള്ള മീശയും ഒക്കെയുള്ള ഒരു മനുഷ്യനാണ് അയാള്. അപ്പൊ അയാളുടെ കൂടെയുള്ള 3-4 പട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ ആ കഥയിലേക്ക് ഞാൻ എത്തിപ്പെടുന്ന ഈ കഥാപാത്രം, അയാളെ കണ്ടാൽ തന്നെ ഒരു കഥാപാത്രത്തിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ അതിൽ പറയുന്ന ഈ കഥ കർണാടകത്തിലേക്ക്, കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ ആൾ വായിച്ചിട്ടുണ്ടെങ്കിൽ തോക്കുമായിട്ട് വന്ന് ആശിതയെ കൊല്ലാൻ വേണ്ടി വരില്ലേ? ഇല്ല, ഈ കഥയിലെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പക്ഷെ അദ്ദേഹത്തിൻ്റെതല്ല, അത് എന്റെ ഭാവനയിലുണ്ടായ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയാണ്. പക്ഷെ ആ മനുഷ്യനെയാണ് ഞാൻ ആ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യനെ നമ്മൾ കാണുമ്പോൾ കഥയിലേക്ക് അവര് പല രീതിയിൽ നമ്മുടെ മനസ്സിൽ പതിയും. അപ്പൊ ആ മനുഷ്യന് ചേർന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഞാൻ കണ്ടുപിടിച്ചതാണ് റൊട്ടിക്കലിലെ കഥ. അവിടെ തന്നെ ഉള്ള ഒരു ജോലിക്കാരനായിരുന്നു മുകുന്ദ എന്ന് പറയുന്ന ജോലിക്കാരൻ. ആ ജോലിക്കാരന്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുകയും ആ റൊട്ടിക്കലിന്റെ ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. റൊട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഹിസ്റ്ററി ഞാൻ കഥയിൽ വിശദീകരിച്ച അത് തന്നെയാണ്. അതിൽ നിധിയുണ്ട്, അടിമകളെ പോലെ ജീവിക്കേണ്ടി വരുന്നവരെ കുറിച്ചല്ലേ?
അതെ അതെ, ജാതി രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവം ഇപ്പൊ കർണാടകയിൽ ഇപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പോഴും അൺടച്ചബിൾ ആയിട്ടുള്ള കാസ്റ്റുകൾ ഇപ്പോഴും കർണാടകയുടെ പല ജില്ലകളിലും ഉണ്ട്. അവരെ അമ്പലങ്ങളിൽ നിന്നും ഇതുപോലെ ബാർബർ ഷോപ്പിൽ നിന്ന് അവര് സവർണ ജാതിക്കാര് പോകുന്ന ബാർബർ ഷോപ്പിലേക്ക് ഇവർക്ക് പ്രവേശനമില്ല. അവര് പോകുന്ന അമ്പലങ്ങളിലേക്ക് പ്രവേശനമില്ല. അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്താണ് ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പോഴും. അപ്പൊ ഞാൻ കണ്ടുമുട്ടിയ മുകുന്ദ എന്ന് പറയുന്ന കഥാപാത്രം ഇതുപോലെയുള്ള ഒരു ജാതിയിൽ നിന്ന് വന്നതാണ് എന്നറിഞ്ഞതിൽ നിന്നാണ് ഞാൻ ഈ കഥയുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഭാവനയിൽ ഉണ്ടാക്കുന്നതാണ്. ശശിതയുടെ മിക്കവാറും എല്ലാ കഥകളിലും പിന്നീട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ശശിത ഒരു സ്ത്രീയാണ്, ഒരു യുവതിയാണ്. പക്ഷേ എഴുതുന്ന എല്ലാ കഥകളിലും ഒരു പുരുഷൻ്റെ നോട്ടത്തിലൂടെയുള്ള എഴുത്താണ്. ഒരു പുരുഷൻ കഥ പറയുന്ന രീതിയിലുള്ള ആഖ്യാനമാണ് എപ്പോഴും വരുന്നത്. അത് എങ്ങനെ സംഭവിക്കുന്നതാണ്? അത് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം പല വായനക്കാരെ സൂചിപ്പിച്ചപ്പോഴാണ് ഞാൻ പല കഥകൾ എടുത്തു വെച്ച് നോക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. പല കഥകളിലും, അതായത് ഭൂരിഭാഗം കഥകളിലും ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആണ്, അത് പറയുന്നത് ആണുങ്ങളാണ്. അതെനിക്ക് നമ്മൾ കഥ പറയാൻ വേണ്ടിയിട്ട് ഒരു കഥ കിട്ടുമ്പോൾ ഏത് കഥാപാത്രത്തിലൂടെ കഥ പറഞ്ഞാലാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുക എന്ന രീതിയിൽ മാത്രമേ നോക്കാറുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഒരു ആൺ കഥാപാത്രത്തെ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുന്നതാണ്. പക്ഷെ എന്ന് പറയുന്നില്ല, ഭാഗ്യവശാൽ ഞാൻ അങ്ങനെ ഒരു ആണിനെ കഥാപാത്രമായിട്ട് ആണിന്റെ മനസ്സിലൂടെയുള്ള യാത്ര കുറച്ചും കൂടെ ഓതന്റിക് ആയിട്ടാണ് വരാറുള്ളത് എന്നത് പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. ആൺനോട്ടം എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ജനറൽ ന്യൂട്രൽ ആയിട്ട് കഥ എഴുതുന്ന ഒരാളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പൊ എന്റെ കഥ വായിക്കുമ്പോൾ എന്റെ പേരില്ലാതെ വായിക്കുകയാണെങ്കിൽ ഏത് ജെൻഡർ എഴുതി എന്ന കഥയിൽ നിന്ന് ചില കഥകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമല്ലോ, ഈ ഇതൊരു എഴുത്തുകാരിയുടെയാണ് അല്ലെങ്കിൽ ഇതൊരു എഴുത്തുകാരൻ്റെതാണെന്ന്. അങ്ങനെയല്ലാതെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കഥകളാണ് എന്റേതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും മനഃപൂർവ്വമല്ല. പക്ഷെ ആൺനോട്ടത്തിലൂടെയുള്ള പലരും പുരുഷ ഭാഷയുണ്ട് കഥകൾ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പുരുഷ ഭാഷ എന്ന് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, ഇപ്പൊ ഫെമിനിസം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കഥകളിൽ കൊണ്ടുവരണമെങ്കിൽ അതിനെക്കുറിച്ച് 2-3-4 സെന്റൻസ് എഴുതുന്നതിന് പകരം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതി ഒരു ആണിനെ വെച്ചിട്ട് ആണിന്റെ നോട്ടത്തിലൂടെ ആ പെണ്ണിനെ കാണുകയും ആ പെണ്ണിനെ ചുരും കൂടെ വീറുള്ള ഒരു കഥാപാത്രമായിട്ട് മാറ്റുകയും ഒരു ഒറ്റ ഡയലോഗിലൂടെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലൂടെ കംപ്ലീറ്റ് പാട്രിയാർക്കി അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പൊളിറ്റിക്സിനെ നമുക്ക് ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു സെന്റൻസോ മതി, അല്ലെങ്കിൽ ഒരു കഥാപാത്രം മതി അങ്ങനെ ചെയ്യാൻ. ഇപ്പൊ എന്റെ കഥയിലെ സ്ത്രീകളെല്ലാം കുറച്ചും കൂടെ, ആണുങ്ങളാണ് കഥ പറയുന്നത്, പക്ഷെ അതിലുള്ള സ്ത്രീകൾക്കാണ് ഇച്ചിരി കൂടെ വീറും സ്മാർട്ട്നെസ്സും കൂടുതലുള്ളത്. അപ്പൊ ആ രീതിയിൽ കഥ പറയാനുള്ള ഒരു ടൂൾ എന്ന രീതിയിൽ ഞാൻ ആണുങ്ങളെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ആണുങ്ങളെ കുറിച്ച് കുറച്ചും കൂടെ എനിക്ക് പല സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന പല രഹസ്യങ്ങളും ഞാൻ കഥയിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കഥയാണ് മൈസൂരു മല്ലിക എന്ന് പറയുന്ന കഥയിലും അത് വന്നിട്ടുണ്ട്. മൈസൂരു മല്ലിക ഈ സമാഹാരത്തിൽ ഉൾപ്പെടുന്നതല്ല എങ്കിൽ പോലും ഈ മൈസൂരു മല്ലികയുടെ വേറെ ഒരു വിപരീത സ്ഥായിലുള്ള കഥയാണല്ലോ ഈ സമാഹാരത്തിലുള്ള, ഇപ്പോൾ ഈ പറഞ്ഞ വീറും വാശിയും രൗദ്രവുമെല്ലാമുള്ള സ്ത്രീ വരുന്ന പെട്ട എന്ന് പറയുന്ന കഥ. പത്തനംതിട്ടയിലെ പറക്കോട് ചന്തയിലെ ഐറം ബീവി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന അവരെ ഈ കഥയിലേക്ക് എങ്ങനെയാണ് പരിവർത്തിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ സൗന്ദര്യത്തോടു കൂടി? ആ കഥാപാത്രം പറക്കോട് മാർക്കറ്റിലുണ്ടായിരുന്ന ഒരു കേടിയായിരുന്ന ഒരു സ്ത്രീയാണ് ഐറം ബീവി. അപ്പൊ അവരെ കുറിച്ചുള്ള കഥ പറക്കോടിനെ കുറിച്ചുള്ള പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. ഒരു ചെറിയ സൂചന മാത്രമേ ഉള്ളൂ അവരെ കുറിച്ച്. അപ്പൊ ഒരു സ്ത്രീ വളരെ കാലം ഒരു കുറെ വർഷങ്ങളോളം ഒരു മാർക്കറ്റിനെ ഭരിച്ചിരുന്നു. അത് അന്നത്തെ കാലത്ത് എന്നുള്ളത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അതെന്നെ വളരെ അവരെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയും ആ സ്ത്രീയുടെ ഒരു ഇപ്പൊ ഉള്ളത് കൊച്ചുമക്കളാണ്. കൊച്ചുമക്കളോട് സംസാരിക്കുക, അങ്ങനെയുള്ള ചെറിയ രീതിയിൽ, അതായത് കഥയ്ക്ക് വേണ്ടിയാണെന്ന് പറയാത്ത രീതിയിൽ അവരെ കണ്ടുമുട്ടുകയും വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ കിട്ടിയ അവരെ കുറിച്ചുള്ള ഒരു കഥ നമ്മള് എവിടെയും റെക്കോർഡ് അപ്പൊ ഒരു റൗഡിയെ എന്തിന് നമ്മൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തണം എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ ആ കാലത്ത് ഒരു മുസ്ലിം സ്ത്രീ, അപ്പൊ ആ കഥയിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, മേത്തച്ചിക്കിട്ട് ഒരു പണി കൊടുക്കണം എന്നാണ് അവിടെയുള്ള ആണുങ്ങളുടെ എല്ലാവരുടെയും വിചാരം. കാരണം അവർക്ക്
ഒരു മുസ്ലിം സ്ത്രീ ആ ചന്തയെ ഭരിക്കുന്നത് എത്രമാത്രം അത്ര ആണുങ്ങളുടെ ഈഗോയെ ഹേർട്ട് ചെയ്തിരുന്ന കാര്യമാണെന്ന് ഓർക്കണം. അപ്പൊ അവരെല്ലാവരും കൂടെ അവരെ ഒരു ഓപ്പറേഷനിലൂടെ, അതായത് വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെ അവരെ അടിച്ചു വീഴ്ത്തുകയാണ് അവസാനം ചെയ്യുന്നത്. അപ്പൊ അവരുടെ കഥ ഞാൻ അതില് ചേർക്കാൻ കാരണം, അല്ല, അവരുടെ കഥയായിട്ടാണ് ഈ കഥ തുടങ്ങിയത്. പക്ഷെ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തലപ്പന്ത് കളി എന്ന് പറയുന്ന ഒരു കളി പത്തനംതിട്ടയുടെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ കളിക്കുന്ന ഒരു നാടൻ കളിയാണ്. ആ നാടൻ കളിയുടെ പല കാര്യങ്ങളും ഈ കഥയിൽ എനിക്ക് ഉൾപ്പെടുത്തിയ കൊള്ളാൻ തോന്നി. കാരണം ഐറം ബീവിയുടെ കൊച്ചുമകൻ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ കഥയിലേക്ക് ഈ കഥയുടെ വീറും ഈ സ്ത്രീയുടെ ജീവിതവും വെച്ചിട്ട് ഒരു രണ്ടുപേരുടെ കളിയിലൂടെയുള്ള പ്രതികാരത്തിന്റെ കഥയാണ്. അത് നടക്കുന്നത് ബാബറി മസ്ജിദിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള കളികളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കഥയാണത്. ശശിതയുടെ ശോഭാ കൊലക്കേസ് എന്ന് പറയുന്ന ഈ കഥാസമാഹാരം കയ്യിലെടുത്തിട്ട് അതിൽ ഓരോ കഥയെക്കുറിച്ചും അതിലെ പല പല വരികളെക്കുറിച്ചിട്ടുമൊക്കെ നമ്മൾക്ക് ധാരാളം സംസാരിക്കാനും ഇഷ്ടംപോലെ മിണ്ടിയും പറഞ്ഞും ഇരിക്കാനും കഴിയുന്ന രീതിയിൽ അത്രത്തോളം വിപുലമായ സംഭാഷണ സാധ്യതയുള്ള കഥകളാണ് ഈ കഥകളെല്ലാം തന്നെ. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ സമയപരിമിതി വരുന്നു. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഇനിയും നമ്മൾക്ക് നടത്തേണ്ടതുണ്ട്. അത് പ്രധാനമായിട്ടും വരുന്നത് ശശിതയുടെ കഥ പറച്ചിലിൻ്റെ കൗശലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ കരകൗശലമാണ്, കഥ പറച്ചിലിൻ്റെ ക്രാഫ്റ്റാണ്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും തോന്നിയേക്കും, ഇതേപോലെ ജീവിച്ചിരിക്കുന്ന പലരുടെ അടുത്ത് എന്നിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്കും കഥകൾ എഴുതിക്കൂടെ എന്നാണ് ചോദ്യമെങ്കിൽ അത് കഴിയില്ല എന്നതിൻ്റെ ഉത്തരമാണ് ശശിതയുടെ പുസ്തകം. കാരണം അതെടുത്ത് വായിക്കുമ്പോൾ അത്രമേൽ സർഗാത്മകമായി സ്വാഭാവികമായി ഇതെങ്ങനെ എഴുതി, ഇതെവിടേക്കാണ് എത്തിപ്പെടുന്നത് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ എഴുത്തിൻ്റെ സൗന്ദര്യ തലം കൊണ്ട് അത് വേറിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അതിനെ സർഗാത്മകമായ ഒന്നാക്കി മാറ്റുന്നത്. മാതൃഭൂമി ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശോഭാ കൊലക്കേസ്, ശശിത എഴുതിയ പുസ്തകം. അതിന് 170 രൂപയാണ് വില. ഇന്ന് ഈ നിമിഷം നമ്മോടൊപ്പം വന്ന് ഈ ശോഭാ കൊലക്കേസ് എന്ന കഥാസമാഹാരത്തെക്കുറിച്ചും അത് എഴുതാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ചും തൻ്റെ സാഹിത്യ നിലപാടുകളെക്കുറിച്ചും പുരുഷൻ സ്ത്രീ സങ്കല്പങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് നമ്മോട് സംസാരിച്ച ശശിതയ്ക്ക് സ്നേഹപൂർവ്വം നന്ദി പറയട്ടെ. നന്ദി.